ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ആളുകൾക്കൊരു വലിയ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊതുഗതാഗത മേഖലയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗതാഗത മേഖലയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓട്ടോറിക്ഷയിൽ കയറാത്ത ആളുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഒരു നല്ല മൾട്ടി ബ്രാൻഡ് ഷോറൂമുകളില്ല, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലൊരു നല്ല വർക്ക്ഷോപ്പുകളില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു അടിപൊളി സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങളുടെ ഓട്ടോറിക്ഷ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി ബ്രാൻഡ് ഓട്ടോറിക്ഷ നെറ്റ്വർക്ക് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏതാണ് ഈ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഗ്രീവ്സ് കെയർ എന്ന് പറയാം. നമുക്കറിയാം, ഗ്രീവ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി, നമ്മൾ നേരത്തെ ഇവരുടെ ഒരു ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ലോകത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ ഏറ്റവും പുതിയ ആശയമാണ് ഗ്രീവ്സ് കെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയാം. ഇത് പൂർണ്ണമായിട്ടും 3 വീലറുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഇവിടെ ചെയ്യാത്ത വർക്കുകളില്ല. അത് മാത്രമല്ല, കേരളത്തിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, പാലക്കാട്, ഇപ്പോൾ നമ്മളുള്ളത് പാലക്കാടാണ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കണ്ണൂരിലും മൾട്ടി ബ്രാൻഡ് 3 വീൽ ഗ്യാരേജ് സെൻറ്ററുകൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം ഓട്ടോ എടുക്കുന്ന ആളുകൾ ഇനി പേടിക്കേണ്ട. ഇനിയത് ചോദ്യം, ഇവിടെ എന്തൊക്കെ വർക്കുകൾ ഇവർ എടുക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം. അപ്പോൾ ഇതാണ് സുദേവേട്ടനാണ് ഇതിൻ്റെ ഈ ഗ്രീവ്സ് കെയറിൻ്റെ ഇവിടുത്തെ പാലക്കാട് ഓണറായിട്ട് വരുന്നത്. സുദേവേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ മേഖലയിൽ ഒരു ലെജൻഡറി പേഴ്സൺ എന്ന് പറയുക. കാരണം ഒരുപാട് വർഷം, 1995 കാലൊക്കെ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഈ മേഖലയിൽ വന്ന ആളാണ്. അപ്പോൾ നമ്മൾ അത്രയും റെസ്പെക്റ്റോടുകൂടിയാണ് പുള്ളിയുടെ മുമ്പിൽ നിൽക്കുക. നേരം ഒരുപാട് ഇംപ്ലിമെൻറ്റേഷനൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതിനെക്കുറിച്ചൊക്കെ വഴിയെ സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രീവ്സ് കെയറിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ഇത് ശരിക്കും 2019 സ്റ്റാർട്ട് ചെയ്തത്. ഞാനിത് ഇവിടെ 19 മാർച്ച് 23 സ്റ്റാർട്ട് ചെയ്തത്. കൊറോണ കാലത്ത്. ഇപ്പം ഇവിടെ ഏറെക്കുറെ എത്ര വണ്ടികൾ സർവീസ് ചെയ്തിട്ടുണ്ടായിരിക്കും? മന്ത്ലി ഇപ്പൊ കമ്പൾസറി ഒരു നവംബർ മുതൽ വളരെ കുറവാണ്. എന്നിരുന്നാലും ഒരു 300 വണ്ടി, 200 വണ്ടി, 160 വണ്ടി ഇവിടെ വരാറുണ്ട്. എന്തൊക്കെ സർവീസുകളാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ഒരു വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ വാഹനമൊന്നും നമ്മൾ ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയിട്ട് കസ്റ്റമേഴ്സ് പറയുന്ന വർക്കുകൾ ആണോ അതിനകത്തുള്ളത്, അതിൽ ഇനി വർക്കുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ചില വർഷങ്ങൾ അവർക്ക് തോന്നുന്നതാണോ, ഇനി കസ്റ്റമേഴ്സിന്റെ പ്രശ്നമാണോ വാഹനത്തിന്റെ പ്രശ്നമാണോ, ആദ്യം അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വാഹനത്തിൽ നമ്മൾ ജോബ് കാർഡ് അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും ഇന്ന വർക്കുകളുണ്ട്, ഇത് ഇത്ര സാമ്പത്തിക നിങ്ങൾക്ക് വരും. ഏകദേശം ക്ലിയർ ഒന്നും ആവില്ല, അഴിക്കുമ്പോഴായിരിക്കും അതിനകത്ത് അറിയാം. അപ്പോൾ അതിനകത്ത് അവർ ധരിപ്പിക്കും ഇന്ന എത്ര രൂപ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്, ഇന്ന വർക്കുകളുണ്ട്. നമ്മളൊരു പ്രൊഫഷണൽ വർക്ക്ഷോപ്പിനെ കുറിച്ച്, അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടി കാറിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ അധികം പോയതുകൊണ്ടും ഫസ്റ്റ് ടൈമാണ് ഒരു ഓട്ടോറിക്ഷയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് കുറേ കൂടി അതൊരു പ്രൊഫഷണൽ കാറിനൊക്കെ ചെയ്യുന്ന അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ വാഹനമാണ്. അതെ, വാഹനം എന്ന് പറയുന്നത് ഒരു ഓട്ടോ എന്നതിൽ ഉപരി ഒരു ജീവിത മാർഗമാണ് ഒന്ന് ആ ഓടിക്കുന്ന ആൾക്ക്. പിന്നെ ഒന്ന് യാത്ര എന്ന് പറയുന്നത് ആളുകളുടെ സുരക്ഷിതത്വം കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കസ്റ്റമേഴ്സ് വന്ന് ഇന്നത് ചെയ്യരുത് പറഞ്ഞാൽ നമ്മൾ അതിനെ അനുവദിക്കില്ല. സമൂഹത്തിന് ദോഷം തെറ്റുന്ന ഒരു രീതിയിൽ വാഹനത്തിൽ നമ്മൾ ഘടിപ്പിക്കില്ല, അതിൽ പ്രവർത്തിക്കില്ല. കാരണം നമ്മൾ അത് വളരെയേറെ കെയർ ചെയ്യും. കാരണം നമ്മുടെ തന്നെ എല്ലാ അറിയാത്ത ആളുകളും യാത്ര ചെയ്യുക, അപകടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ആണോന്ന് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കും. നമ്മൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ അടുത്ത് സുദേവേട്ടൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ആ വണ്ടിയോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യം അല്ലേ. അതായത് അയ്യോ മൊത്തം പൊളിഞ്ഞ വണ്ടിയാണെന്ന് വരുന്നത് എന്നുള്ളൊരു തോന്നുന്നില്ല. തീർന്നു നമ്മൾ നന്നാക്കാൻ കഴിയും. കാരണം ഒരു വാഹന അപകടത്തിലോ മറ്റ് എന്ത് വർക്കിലോ വരുമ്പോൾ ആ വരുന്ന ആൾ മാനസികമായി ഒരു വെപ്രാളത്തിലാണ് വരിക. നമ്മളൊരു ഹോസ്പിറ്റലൈസിലേക്ക് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടവരെ കൊണ്ടുപോകുന്ന തരത്തിൽ തന്നെയാണ് ഈ വാഹനം. ഈ മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും മിക്കതും ഇതുമായി കണക്റ്റഡ് ആണല്ലോ. ഒരു ഡോക്ടർ പരിശോധിക്കുന്നത് ജീവനോടെ പരിശോധിക്കണം, ഞങ്ങളതിന് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് പരിശോധിക്കണം. ഞങ്ങൾ എല്ലാ പരിശോധനകളും ഇതിനകത്ത് നടത്തുന്നുണ്ട്. വേറെ പ്രധാനമായിട്ടും ഇവിടെ എന്തൊക്കെ പരിശോധനകളാണ് നടത്തുന്നത്? നമ്മളെ ഒരു വാഹനത്തിന് എന്തൊക്കെ തരത്തില് എഞ്ചിൻ കംപ്ലീറ്റ്
എഞ്ചിൻ്റെ പരമാവധി എല്ലാ വർക്കുകളും ചെയ്യും. അതെല്ലാം റീസെറ്റ് ചെയ്യും. എഞ്ചിൻ നമ്മൾ നിലത്ത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എഞ്ചിൻ ബെഡി കയറ്റും. അപ്പോൾ എഞ്ചിൻ റിലേറ്റഡ് എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും ഗ്രേവ്സിൽ വരാം. ധൈര്യത്തിൽ വരാം. വരാം. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. പിന്നെ ബോഡി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ? ബോഡി റിലേറ്റഡ് പറഞ്ഞ ഒരു വാഹനം പുതുതായി ഇറങ്ങുന്ന സമയത്ത് ബോഡി വർക്കിൽ വലിയ ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല, എല്ലാ കമ്പനിയും അങ്ങനെ തന്നെ. അതായത് ഓരോ സംസ്ഥാനത്തേക്കും ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത സ്വഭാവമാണ് ബോഡി സ്ട്രക്ചറിൽ ഉണ്ടാകുന്നത്. അത് തന്നെ കമ്പനി കോമൺ ആയ ഒരു വാഹനങ്ങളെ ഇറക്കുള്ളൂ. അവർ ഇപ്പോൾ രജിസ്ട്രേഷന് വേണ്ട ഒരു മാനദണ്ഡത്തിനനുസരിച്ച് മാത്രമേ ഇത്, ബാക്കിയൊക്കെ ഓടുന്ന ജില്ലയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ മേടിക്കുന്ന കസ്റ്റമറിന്റെ സാമ്പത്തിക ആരോഗ്യത്തിനനുസരിച്ച് എന്നിട്ട് ഇതിന് സ്ട്രക്ചർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വന്ന് ഏത് വർക്ക് ഏത് സ്ഥാപനത്തിലാണ് ചെയ്ത് ആ സ്ഥാപനത്തിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ അതിനകത്ത് അത് സാമ്പത്തികത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ബോഡി എല്ലാം ചെയ്തു കൊടുക്കും. ബോഡിയുടെ പേച്ച് വർക്കുകൾ ചെയ്യും. അതുപോലെ തന്നെ ആക്സിഡന്റ് റിലേറ്റീവ് ആയി എല്ലാ കാര്യം ഏത് തരത്തിൽ ആക്സിഡന്റ് പെട്ടാലും നമ്മൾക്കത് യാതൊരുവിധ സാമ്പത്തിക നഷ്ടം അവർക്കില്ലാതെ. എഞ്ചിൻ വർക്കിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ നമ്മൾക്ക് 6 മാസം വാറണ്ടി നമ്മൾ ഗ്രീസ് കെയർ കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇനി ഒരു റീവർക്ക് വന്നിട്ടില്ല ഇതുവരെ. കാരണം റീവർക്ക് ഇല്ല. അതുപോലെ തന്നെ ഈ ബോഡി വർക്കിൽ അതിൽ 1.5 പൈപ്പേ ഇടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സ്ട്രെച്ചറിങ് നോക്കിയിട്ട് ഇത് ചെയ്യും. അതിൽ കേജ് അടിസ്ഥാനത്തിലേ വർക്ക് ചെയ്യുള്ളൂ. ഒരു ലോ കൊട്ടേഷനിലെ വർക്ക് എടുക്കില്ല. കാരണം ആ ലോ കൊട്ടേഷൻ വർക്ക് ഒരു വാഹനങ്ങൾ തമ്മിലിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം, അതിനകത്തിരിക്കുന്നവരുടെ ഇമ്പാക്റ്റ് വ്യത്യാസം വരും. ഇല്ല സേഫ്റ്റി വിട്ട് നോ കോംപ്രമൈസ്. കാരണം അവർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ നമുക്ക് സാമ്പത്തികം കുറയും. ഞങ്ങളുടെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ നോ ബെനിഫിറ്റ് നോ പ്രോഫിറ്റ്. വേറെ കാര്യം ചോദിക്കട്ടെ, പെയിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും? പെയിന്റിംഗ് എല്ലാം ചെയ്യും. ബോഡി ഇപ്പം നമ്മൾ ആക്സിഡന്റ് ആയ ഒരു വാഹനം നമ്മളെല്ലാം അഴിച്ചു വെക്കുമ്പോൾ ഇതിന് നമ്മൾക്ക് വേറെ എവിടേക്ക് യാത്ര അത്ര സുഗമമല്ല. കാരണം ഇത് കൊണ്ടുപോകാൻ എടുക്കാൻ ഇതിനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ ചെയ്യും, പ്രൊഫഷണലായി തന്നെ ചെയ്യും. ഫുള്ളി ഡാമേജ് ആയിട്ടൊരു വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന് വയറിംഗ് പണികൾ ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ലൈറ്റിംഗ്, ഓക്കെ എല്ലാം ബോഡി സ്ട്രക്ചർ എല്ലാം പെയിന്റ് അടിക്കും. എഞ്ചിൻ വർക്ക്, ടയർ പഞ്ചോട്ടില്ല, ബാക്കി വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ തമാശക്ക് ടയർ പഞ്ചോട്ടില്ല. എനിക്ക് ഉറപ്പാണ്. ഇതെല്ലാം ഒരാളെ കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാഹനം കവർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 വിഭാഗങ്ങൾ കൈകോർക്കുമ്പോഴാണ് ഒരു ബോഡി ആസ്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഉള്ളൊരു കണക്റ്റ് എല്ലാവരുമായിട്ട്, അതിപ്പോൾ പാലക്കാട് ജില്ല മാത്രമല്ല കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ വാഹനങ്ങളുടെ വർക്കിലൊക്കെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ, ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാൻ കഴിയും. ഏതായാലും സുദേവേട്ടൻ്റെ സംസാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഭയങ്കര ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നതാണ്. അതെന്തായാലും പുള്ളിയുടെ വർക്കിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? ഇതിപ്പോൾ ശരിക്കും ഒരു എഞ്ചിൻ പണിക്ക് വന്നിട്ടുള്ള വണ്ടിയാണ്. എഞ്ചിനല്ല, ഇതിൽ സ്റ്റാർട്ടിങ് ട്രബിളാണ് ഈ വണ്ടി തലകഴായിട്ട് മറിഞ്ഞിട്ട് വാഹനം ഓടിയതാണ്. മനസ്സിലാണോ? തലകുത്തനെ മറിഞ്ഞിട്ട് ഈ വാഹനം ഓടിയ വണ്ടിയാണ്. ഈ ഓടിയ വണ്ടിയിൽ നമ്മൾക്ക് ഓയിൽ ഓപ്പോസിറ്റ് ആകുന്നത്, തലകുത്തി പറഞ്ഞു. അതിലുണ്ടാകുന്ന ഈ വണ്ടിക്ക് ഉണ്ടാകുന്ന ദോഷമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഹെഡാണ്. ഇത് ചേംബർ എന്ന് പറയും. ഫ്യൂൽ ഇതിൽ വന്ന് നിന്നിട്ടാണ്, മനസ്സിലാണ്. ഇത് ചേംബറാണ്. ഈ ചേംബർ കത്തിപ്പോയിരിക്കുക. ഈ ചേംബർ അതുപോലെ തന്നെ ഇതിനകത്തുള്ള പ്ലഗ് കത്തിപ്പോയി. ഇതിന്റെ ഇത്രയും ഭാഗം ഇതിനകത്ത് കത്തിപ്പോയി. ഇത് പഴയതാണ്. ഇത് കംപ്ലീറ്റ് കത്തിപ്പോയി. അതുപോലെ തന്നെ ഇത് നോസിൽ, ഇതിന്റെ ഭാഗവും ഇതിനകത്ത് കത്തി പോയി. ഇതിന്റെ ഇതൊരു സാധനം കണ്ടു, അത് ഇതിനകത്തില്ല. സൂചി ആള് ചില്ലറയൊന്നുമല്ല, വർക്ക്. ഇത് കാരണമാണ് ഈ വണ്ടി നമുക്ക് അഴിക്കേണ്ടി വന്നത്. നിസാരമായി സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷെ വളരെ വാഹനം മറിയുന്നത് നിസാരമല്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഇതിൽ അപകടം ഉണ്ടായിട്ട് ഇമാതിരി ആവുന്നത് വളരെ റെയറാണ്. കാരണം ഇത് ഇത്രയും ഹീറ്റ് നമുക്ക് ലോഡ് താങ്ങാൻ പറ്റുന്ന ഒരു സാധനം പോഞ്ഞ് കത്തിപ്പോകുക എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്.
അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും നിങ്ങളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും? അത് നമ്മൾ ഒരു വാഹനം മറിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം മറിയുന്ന സ്ഥലത്ത് നമ്മളുണ്ടാവില്ലല്ലോ. അപ്പോൾ അവരിൻ്റെ നമ്മൾ പൊസിഷനൊക്കെ ആദ്യം അവർ വായിച്ചെടുക്കും, ചോദിച്ച് മനസ്സിലാക്കും. എത്ര ടണ്ണേജിലാണ് ഇത് മറിഞ്ഞ് എന്തെങ്കിലും വെയിറ്റ് അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വണ്ടി സ്റ്റോറി ബോർഡ് ഉണ്ടാക്കും. ഇന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോരോ ഭാഗങ്ങൾ അഴിച്ച് അപ്പോൾ ഇതാണ് പ്രോബ്ലം, അതിനാണ് ഇപ്പോൾ നമ്മളിത് റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പരമാവധി ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഇനി പ്രോബ്ലങ്ങൾ വരുവാണെങ്കിൽ ഇതിപ്പോൾ വിപണിയിൽ ചില സാധനങ്ങൾ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. പക്ഷേ ഇത് മാത്രമേ കിട്ടൂല. അപ്പോൾ ഈ സെറ്റായിട്ടേ മേടിക്കും. എല്ലാ വണ്ടികളും ഇപ്പോൾ ഗ്രീവ്സിന്റെ മാത്രമല്ലല്ലോ, അല്ലല്ല എല്ലാ വണ്ടികളും. ഓട്ടോറിക്ഷ എന്നുള്ള മാത്രം, ഓട്ടോറിക്ഷ എന്നുള്ളത് മാത്രം ഇവിടെ കൺസെപ്റ്റ് ഉള്ളൂ. അത് ഏത് ബ്രാൻഡാണ്? അതൊന്നും വിഷയമില്ല. ഇല്ല ഇലക്ട്രിക്കും ഗ്രീസിന്റെ തന്നെ ഇലക്ട്രിക് വണ്ടിയുണ്ട് ഇവിടെ ഓടുന്നുണ്ട്. ഈ ബ്ലൂ പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. അതിൻ്റെ എല്ലാം മറ്റേ നമ്മളിവിടെ വർക്കുകൾ സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്ക് ഇന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഇല്ല ഗ്രീസ് കെയർ എന്നേ ഉള്ളൂ. ഗ്രീസ് കെയറിൻ്റെ എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീസ് കെയർ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിംഗ് ഉണ്ട്, ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ തരുന്ന മുറയ്ക്ക് തന്നെ നമ്മൾ അവരിലേക്ക് എത്തിക്കും. അപ്പോൾ ഒരു ഗ്രീവ്സ് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറേ ബെനിഫിറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട് അവരുടെ ഓണാണ്. അതുപോലെ ഇത് പ്രൊഡക്റ്റൊക്കെ OE തന്നെയാണ് എന്ന് നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ്. എഞ്ചിൻ അടക്കം നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, ആവശ്യത്തിനനുസരിച്ച് ആവശ്യമായ ഫാസ്റ്റ് മൂവിംഗ് അല്ല. സുദേവേട്ടനെ നമ്മൾ കണ്ടു. സുദേവേട്ടനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനി ട്രെയിൻ ചെയ്തിട്ടുള്ള ധാരാളം മെക്കാനിക്കുകളാണ് ഇത്തരം ഷോപ്പുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം 5-6 എംപ്ലോയീസ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള വേറൊരു കാര്യം. എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാറുകൾക്കൊക്കെ വ്യത്യസ്തമായിട്ട് മൾട്ടി ബ്രാൻഡ് ഷോപ്പുകളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഒരുപാട് അൾട്രേഷൻസ് വർക്കുകൾ നടത്താം, നമുക്ക് അപ്ഗ്രഡേഷൻസ് ഒക്കെ നടത്താൻ പറ്റും. അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ഓട്ടോറിക്ഷക്കാർക്ക് കൂടി വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഓട്ടോറിക്ഷക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ഫേസാണ്. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളിലും കൂടി ഭയങ്കരമായിട്ടൊരു കെയർ കൊണ്ടുവരുന്നത് ഈ മേഖല, അതായത് ഓട്ടോറിക്ഷ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവിതോപാധിയാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഓട്ടോ ഓടിച്ച ആളുകളിൽ ഒരാൾ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ അടുത്ത അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള 4-5 വീടുകൾ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ളത്. ഞാനും പേഴ്സണലി ഒരുപാട് ഓട്ടോ ജോലി എന്നുള്ള ആൾക്ക് ഓടിക്കുകയല്ല, ഞാൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടുണ്ട്. നിങ്ങളിൽ പലരും അങ്ങനെ ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും ഓട്ടോ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതോപാധിയാണ് ഓട്ടോ. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കൈത്താങ്ങായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഓട്ടോ. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് വരുന്നത് എന്നുള്ളത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. കലാഭവൻ മണിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ആരാരുമല്ലാത്ത കാലത്ത് ഞാനെന്ന് ഊട്ടി നടന്നു വണ്ടി, എൻ്റെ ചെറുപ്പത്തിന് പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടോ വണ്ടി എന്ന് പറയുന്നത് ഒരു ദൈവമായിരിക്കും. നമ്മൾ ഓട്ടോറിക്ഷ, ഓട്ടോ എന്നൊക്കെ വിളിക്കാറുണ്ട്. പല കലാകാരന്മാരുടെയും ജീവചരിത്രം പറയുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ചില സിറ്റുവേഷനുകളിൽ ഞാൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അന്നത്തെ കാലത്ത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും അറിയുന്നതും ഒക്കെ ആയിരുന്ന ഒരു തൊഴിലായിരുന്നു ഓട്ടോറിക്ഷ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ പലരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോ വണ്ടി ഇന്നും ഓട്ടോറിക്ഷക്കാർ എന്ന് പറയുന്ന സമയത്ത് ഒരു നാടിൻ്റെ ഒരു ചലനമാണ് ഓട്ടോക്കാർ എന്ന് പറയുന്നത്. അവരായിരിക്കും ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഇത് നിലനിർത്തുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിലും ചില സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചു കൊണ്ട് തന്നിട്ടുള്ളതൊക്കെ പല ഓട്ടോറിക്ഷക്കാരാണ്. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അങ്ങനെ ഒരു നാടിൻ്റെ ചലനമായിരിക്കുന്ന ഈ ഓട്ടോറിക്ഷക്കാർ നേരിടുന്ന മെയിൻ്റനൻസ് പരമായിട്ടുള്ള വെല്ലുവിളികൾ ഒരുപാടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ ആവട്ടെ. അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്കൊക്കെ ഗ്രീവ്സ് കെയറിൽ വരാം. ഇവിടെ ഇപ്പം സുദേവേട്ടനെ പോലെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. സുദേവേട്ടൻ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇംപ്ലിമെൻറ്റേഷനൊക്കെ സ്ട്രക്ചറൊക്കെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നോവേഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അത്രയും ഇപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന എൻജിൻ ചെയ്യുന്ന സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ
ലോറി മെക്കാനിക്കായിരുന്നു, അച്ഛൻ മെക്കാനിക്കായിരുന്നു, പുള്ളി മെക്കാനിക്, അങ്ങനെ പാരമ്പര്യമായിട്ട് മെക്കാനിക്കൽ മേഖലയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആളുകളൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഈ സ്ഥാപനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു നെറ്റ്വർക്കും ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ സഹായിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ഒരു സൗകര്യം ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെയാണ് അഭിപ്രായം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് വലിയ രൂപത്തിൽ ഒരു വർക്ക് ബുക്കൊക്കെ തയ്യാറാക്കി ഒരു പ്രൊഫഷണലി തന്നെ ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നു വരുന്ന ഒരു ഓട്ടോറിക്ഷ നെറ്റ്വർക്ക് ബിൽഡായി വരുന്നത് നല്ലതാണോ എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നല്ലതാണെങ്കിൽ ഗ്രേവ്സ് കെയറിൽ വന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായവും നിങ്ങൾ മെൻഷൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.